ഹായ്, നമ്മൾ ഇന്നിവിടെ തുടങ്ങുകയാണ്. എടോ, ഒരാളോടും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയരുത്. അതും നമ്മളെക്കുറിച്ച് കംപ്ലീറ്റായി മറ്റുള്ളവർക്ക് നമ്മൾ തന്നെ വിശദീകരിച്ചു കൊടുത്താൽ അവിടെ നമ്മളെന്ന പുസ്തകം ക്ലോസായി. പിന്നെ പലരും നമ്മളെ മനസ്സിലാക്കി കളയും. എങ്ങനെയെന്നല്ലേ? നമ്മൾ പറഞ്ഞ അർത്ഥത്തിലല്ല, അവർക്ക് തോന്നിയ രീതിയിൽ അവർ പിന്നെ നമ്മളെ വായിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ പറയാതിരുന്നിട്ട് അവർ മനസ്സിലാക്കി കളഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷവും അവർ നമ്മളെ തല തിരിച്ചു വായിക്കുമ്പോൾ നമുക്കൊരുപാട് വിഷമാവില്ലേ? അതുകൊണ്ട് ആരും നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവട്ടെ, ഒരുപാട് കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ഓരോ മനുഷ്യർ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കല്യാണപ്രായമാകുമ്പോൾ കല്യാണമായില്ലേ എന്നും, കല്യാണം കഴിയുമ്പോൾ വിശേഷമായില്ലേ എന്നും, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ എത്ര മാർക്കുണ്ടെന്നും, ജോലി ആയില്ലെന്നും, ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് +2 കഴിയുമ്പോഴും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ കാണും. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മൾ എല്ലാ കാര്യങ്ങളും പച്ചവെള്ളം പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വായിച്ചോട്ടെ. അവരുടെ കയ്യിലുണ്ട് നമ്മളെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത കുറച്ച് വിവരങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നേ മറ്റൊരാളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അവരുടെ കയ്യിലുണ്ട്, നമ്മളുടെ ആ ഒരു കൺസോൾട്ടേറ്റഡ് ഷീറ്റ്. പിന്നെ നമ്മളെന്തിനാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമ്മുടെ കാര്യങ്ങളെല്ലാം ആരോടും വെട്ടി തുറന്ന് പറയരുത്. നമ്മുടെ സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഒക്കെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മാക്സിമം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു അവരും കൂടെ നിങ്ങളുടെ കൂടെ സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെ. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരോടും വെച്ച് വിളമ്പി എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സുഹൃത്തായിരുന്ന ഒരാൾക്ക് നാളെ നമ്മളും അവരും ഒരേ രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തിക്ക് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് കയറുമ്പോൾ ആ തിക്ക് ഫ്രണ്ട്സിന് ശരിക്കും നമ്മളുടെ ഒപ്പം സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയൊന്നും ആർക്കും തന്നെ സന്തോഷിക്കാൻ കഴിയില്ല മക്കളെ. ആർക്കും സന്തോഷിക്കാൻ കഴിയില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വളരും തോറും എന്താണ് നമുക്ക് തോന്നുന്നത്? ഞാൻ മാത്രം വളർന്നാൽ മതി. നിങ്ങൾ ഈ ചക്കക്കുരു താഴെ വീഴുന്നത് കണ്ടിട്ടില്ലേ? കുറേ ചക്കക്കുരു അവിടെ കിടക്കും, കുറച്ച് പേര് ഒരുമിച്ച് വളരും. ആ വളരുന്നതിൽ നിന്ന് എത്ര പേര് മേലോട്ട് കയറും? അപ്പോൾ അവിടെ വീണ്ടും മത്സരമാണ്. ഈ മത്സരത്തിൽ എപ്പോഴും ഞാൻ മാത്രം വളർന്നാൽ മതി എന്നാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഓരോരോ ചിന്താഗതി. ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി. ഇന്ന് നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നാളെ എക്സാം എഴുതാൻ വേണ്ടി പോകുകയാണെന്ന് നമ്മളൊരു വ്യക്തിയോട് പറഞ്ഞാൽ പിന്നെയും അവർ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാണ് എക്സാം? ഏത് എക്സാമാണ്? എങ്ങനെയാണ് നിങ്ങളിതിൽ അപ്ലൈ ചെയ്തത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേസമയം നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതി റിസൾട്ടിൽ നിങ്ങൾ വിജയിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? വേറെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ഒരു ആവശ്യം വരില്ല. മാത്രമല്ല, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരോടും എല്ലാം പറയണ്ട. നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളെ ആരും വായിക്കുകയില്ല. നമ്മൾ പറയാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ നമ്മളെ വായിക്കാൻ താല്പര്യം. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ചെയ്തതിന് ശേഷം പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.